11, 21, 31 എക്സെട്ര എന്ന ശ്രേണിയിലെ 10 പദങ്ങളുടെ തുകയും 10, 20, 30 എക്സെട്ര എന്ന ശ്രേണിയിലെ 10 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കാണുക. നമുക്ക് രണ്ട് ശ്രേണികൾ തന്നിട്ടുണ്ട്, രണ്ടും സമാന്തര ശ്രേണിയാണ്. 11, 21, 31 എക്സെട്ര 10, 20, 30 എക്സെട്ര ഇങ്ങനെ രണ്ട് ശ്രേണികളുണ്ട്. ഈ രണ്ട് ശ്രേണികളുടെയും ഓരോ ശ്രേണിയിലെയും 10 പദങ്ങളുടെ തുക കാണുക. അതിൻ്റെ വ്യത്യാസം എന്ത് വരുന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഓരോ പദങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. ഇതിലത്തെ ഒന്നാമത്തെ പദം 11 ആണ്, ഇവിടുത്തെ ഒന്നാമത്തെ പദം 10 ആണ്. ഇത് തമ്മിൽ എന്തൊരു വ്യത്യാസം വരുന്നുണ്ട്? ഒന്നിൻ്റെ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ പദം 21, ഇവിടുത്തെ രണ്ടാമത്തെ പദം 20. എന്താ വ്യത്യാസമുള്ളത്? ഒന്നിൻ്റെ വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ പദം 31, ഇവിടെ മൂന്നാമത്തെ പദം 30. എത്ര വ്യത്യാസം വരുന്നുണ്ട്? ഒന്നിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിലത്തെ ഓരോ ജോഡി പദങ്ങളും തമ്മിൽ ഒന്നിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങളുടെ തുക കണ്ടാൽ മതി. ഇങ്ങനെ എത്ര പദങ്ങളുടെ വ്യത്യാസമാണ്? 10 പദങ്ങളുടെ തുകയുടെ വ്യത്യാസമാണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ 10 എണ്ണം വരും. അതായത് ഒരു വ്യത്യാസം ഒന്നാണ്, അങ്ങനെ 10 എണ്ണാവുമ്പോൾ 10 × 1 ഉത്തരം 10. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെ എത്ര മടങ്ങാണ് ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ? ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെ. അപ്പോൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എഴുതുക. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എങ്ങനെ എഴുതുക? 1 എന്നിട്ടിട്ട് 2 0, അതായത് 100. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1 എന്നിട്ടിട്ട് എത്ര അക്ക സംഖ്യയാണ്? മൂന്നക്ക സംഖ്യ. അപ്പോൾ അതിനേക്കാൾ 1 കുറവായ 0 ഇടുക. അപ്പോൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 100. ഇതുപോലെ പിന്നെന്താ പറയുന്നത്? ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ. ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ എങ്ങനെ എഴുതുക? 1 എന്നിട്ടിട്ട് അഞ്ചക്ക സംഖ്യയുടെ 4 0 ഇടുക. 1, 2, 3, 4. അതായത് ഇത് 100, ഇത് 10,000. അടുത്ത ചോദ്യം എന്താ? ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെ, അതായത് ഇതിൻ്റെ എത്ര മടങ്ങാണ് ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ? ഇതിൻ്റെ എത്ര മടങ്ങാണ് ഇത്? 100ൻ്റെ എത്ര മടങ്ങാണ് ഇത്? അതായത് 100നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 10,000 കിട്ടും? 100നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 10,000 കിട്ടും? 100നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 10,000 കിട്ടും എന്ന ചോദ്യം. അപ്പോൾ എന്തുകൊണ്ട് ഗുണിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10,000നെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. 10,000 ഹരിക്കണം 100, 2 0, 100 പെട്ടിക്കൊള്ളാൽ ഉത്തരം 100. അതായത് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെ 100 മടങ്ങാണ് ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ. 31 = 1, 41 = 2, 73 = 1 ആയാൽ 21ൻ്റെ വില കാണുക. നമുക്ക് 3 ജോഡികൾ തന്നിട്ടുണ്ട്. 31 1, 41 2, 73 1. ഈ 33ഉം 1ഉം തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടാവും. അതേ ബന്ധമായിരിക്കണം 41ഉം 2ഉം തമ്മിൽ. അതേ ബന്ധമായിരിക്കണം 73ഉം 1ഉം തമ്മിൽ. അതേ ബന്ധമായിട്ട് 21നോട് ബന്ധപ്പെട്ട് വരുന്ന സംഖ്യ കാണണം. ഈ 31 എന്ന സംഖ്യ എടുക്കുക. 31 നമുക്കിതിൽ 10ൻ്റെ സ്ഥാനത്തെ അക്കത്തുനിന്ന് ഒറ്റയുടെ സ്ഥാനത്തിൻ്റെ അക്കത്തിൻ്റെ ഇരട്ടി കുറയ്ക്കുക. 10ൻ്റെ സ്ഥാനത്തെ അക്കത്തുനിന്ന് ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ ഇരട്ടി കുറയ്ക്കണം. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1 ആണ്, അതിൻ്റെ ഇരട്ടി കുറയ്ക്കുമ്പോൾ 1 2 2 ആണ്, 3 2 കുറച്ചാൽ 1. അപ്പോൾ നമുക്ക് 31 എന്നിട്ട് 1 കിട്ടി. അപ്പോൾ അടുത്തതിൽ അതുപോലെ നോക്കുക. 41 എന്താ ചെയ്യുക? 10ൻ്റെ സ്ഥാനത്ത് അക്കം എടുക്കുക. അതിന്ന് ഒറ്റയുടെ സ്ഥാനത്ത് അക്കത്തിൻ്റെ ഇരട്ടി, ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ ഇരട്ടി കുറയ്ക്കുക. 1 2 2 ആണ്, 4 2 കുറച്ചാൽ 2. അപ്പോൾ ഇതിലും ശരിയാവുന്നുണ്ട്. അടുത്തതിൽ നോക്കുക. 73 10ൻ്റെ സ്ഥാനത്തക്കം 7 കുറയ്ക്കണം. ഒറ്റയുടെ സ്ഥാനത്തക്കം 3, അതിൻ്റെ ഇരട്ടി. അപ്പോൾ 2 × 3 6, 7 6 കുറച്ചാൽ 1. ഇതിലും ശരിയാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ 3ലും അബന്ധം ശരിയായി. ഇപ്പോൾ ബന്ധം മനസ്സിലായി. അതുപോലെ 21ആയിട്ട് ബന്ധപ്പെട്ട സംഖ്യ എങ്ങനെ കാണുക? 2 എന്നിടുക. 10ൻ്റെ സ്ഥാനത്ത് അക്ക എഴുതി കുറയ്ക്കണം. ഒറ്റയുടെ സ്ഥാനത്ത് അക്ക എഴുതിയിട്ട് അതിൻ്റെ ഇരട്ടി കാണുക, എന്നിട്ട് ഗുണിക്കുക, കുറയ്ക്കുക. 2 × 1 2 ആണ്, 2 2 കുറച്ചാൽ ഉത്തരം 0. 1 + 3 1/2 1 + 1 1/4 = 1/x ആയാൽ എക്സിൻ്റെ വില കാണുക. 1 + 3 1/2, 1ഉം 3/2 കൂട്ടിയാൽ 4.5, 1ഉം 3/2 കൂട്ടിയാൽ 4.5, 4 1/2 1 + 1 1/4, 1ഉം 1/4 കൂട്ടിയാൽ 2.4, 1ഉം 1/4 കൂട്ടിയാൽ 2.4, 2 1/4 സമം ഇവിടെ എന്താണ്? 1/x. ഇത് മിശ്രഭിന്നം മാറ്റുക. 4 2 8 1 9/2, 4 2 8 1 9/2 ഇവിടെയും മിശ്രഭിന്നം മാറ്റുക. 24 8 1 9/4, 24 8 1 9/4 സമം വലതുവശം 1/x. ഇതെങ്ങനെ ചെയ്യുക? 9/2 അതുപോലെ ഇടുക. ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. 9/2 അതുപോലെ ഇട്ടു. ഛേദത്തിൻ്റെ ഉൾക്രമം കൊണ്ട് ഗുണിക്കുക. അതായത് 4/9 സമം 1/x. 9ഉം 9ഉം വെട്ടിപ്പോയി. ഈ 2ഉം 4ഉം പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് 2 എന്ന് വരും. അപ്പോൾ എന്ത് വരും? ഇടതുവശത്താകെ 2 സമം 1/x എന്ന് വരും. എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ x × x ആവും. അപ്പോൾ 2x സമം 1, x സമം 1/2, 1/2.
രണ്ട് സംഖ്യകളുടെ HCFൻ്റെ ഇരട്ടിയാണ് അവയുടെ LCM. സംഖ്യകളുടെ ഗുണനഫലം 72. HCF കാണുക. ഇതിൽ HCF എന്ന് പറയുന്നുണ്ട്, LCM എന്ന് പറയുന്നുണ്ട്, സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നുണ്ട്. ഇത് മൂന്നും കൂടി ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം, അതായത് HCFും LCMും സംഖ്യകളുടെ ഗുണനഫലം കൂടി ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം LCM ഇൻറ്റു HCF സമം സംഖ്യകളുടെ ഗുണനഫലം എന്നാണ് സൂത്രവാക്യം. LCM ഇൻറ്റു HCF സമം സംഖ്യകളുടെ പ്രൊഡക്റ്റ്, സംഖ്യകളുടെ ഗുണനഫലം. നമുക്കിതിൽ വില കൊടുക്കുക. ഈ LCM HCF തമ്മിൽ എന്താ ബന്ധം പറയുന്നത്? HCFൻ്റെ ഇരട്ടിയാണ് LCM, HCFൻ്റെ ഇരട്ടിയാണ് LCM. അപ്പോൾ HCF നമുക്ക് X എന്നെടുത്താൽ, HCF X എടുത്താൽ Xൻ്റെ അതിൻ്റെ ഇരട്ടിയാണ് LCM. അപ്പോൾ ഇത് 2X എടുക്കണം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2X ഇൻറ്റു X സമം സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? 72. ഇത് ഗുണിക്കുമ്പോൾ എന്ത് വരും? 2x² സമം 72. x² സമം ഇൻറ്റു 2 അങ്ങോട്ട് ബൈ 2 ആവും. 72/2 സമം 36. x² സമം 36. x എങ്ങനെ കാണുക? √36. ഉത്തരം 6. എക്സിൻ്റെ വില x നമ്മൾ എന്താ എടുത്തുള്ളത്? HCFന് പകരം x എടുത്തിരിക്കുന്നത്. കാണേണ്ടത് HCF ആണ്. ഉത്തരം 6. 0.1/0.01 സമം x/0.001 ആയാൽ എക്സിൻ്റെ വില കാണുക. ഇത് a/b സമം c/d എന്ന രൂപത്തിലാണ്. a/b സമം c/d എന്ന രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 0.01 ഇൻറ്റു എക്സ്, 0.01 x സമം ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. 0.1 ഇൻറ്റു 0.001 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. a/b സമം c/d ആയാൽ AD സമം BC എന്ന രൂപത്തിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിച്ചു, ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിച്ചു. ഇതിന്ന് എക്സ് കാണാൻ ഈ 0.01 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. 0.01 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. അത് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ എക്സ് സമം ഇവിടെ എന്താ ഉള്ളത്? 0.1 ഇൻറ്റു 0.001 ബൈ ഇൻറ്റു എന്നുള്ളത് വരുമ്പോൾ ബൈ ആവും 0.01. ഇത് ദശാംശ സംഖ്യകളുടെ ഗുണനോ ഹരണമാണ്. നമുക്കിത് ചെയ്യണമെങ്കിൽ ദശാംശം ഒഴിവാക്കുക. ദശാംശം എവിടെയാണ് കൂടുതൽ നോക്കുക? അംശത്തിൽ ഇവിടെ ഒരു ദശാംശ സ്ഥാനം, ഇവിടെ 3 സ്ഥാനം, ഇവിടെ ദശാംശ സ്ഥാനം 1, ഇവിടെ ദശാംശ സ്ഥാനം 3, 1 3 ആകെ 4 ദശാംശ സ്ഥാനമുണ്ട്. ഛേദത്തിലാണെങ്കിലോ 2 ദശാംശ സ്ഥാനമുള്ളത്. ഇപ്പോൾ ഇവിടെയാണ് ദശാംശം കൂടുതൽ, അംശത്തിലാണ് ദശാംശം കൂടുതൽ. അപ്പോൾ അംശത്തിലത്തെ ദശാംശം ഒഴിവാക്കുക. ഇവിടുത്തെ ദശാംശം കളഞ്ഞാൽ എത്ര വരും? 1 ഇൻറ്റു ഇവിടെ ഡെസിമൽ കളഞ്ഞാൽ അവിടെയും 1 വരും ബൈ. അപ്പോൾ അംശത്തിൽ നമ്മൾ 4 ദശാംശ സ്ഥാനം ഒഴിവാക്കി. 4 ദശാംശ സ്ഥാനം ഒഴിവാക്കിയതിന് പകരമായിട്ട് ഛേദത്തിലും 4 സ്ഥാനം ഒഴിവാക്കണം. ഛേദത്തിൽ 4 സ്ഥാനം ഇല്ല, ഒഴിവാക്കാൻ 2 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി 2 സ്ഥാനത്തിന് 2 0 ഇടുക. അപ്പോൾ ഇവിടെ 2 0 ഇട്ടാൽ സംഖ്യ എന്ത് വരും? 100 എന്ന് വരും. 100. 1 ഇൻറ്റു 1 1/100. 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. അപ്പോൾ 1 എന്ന് എഴുതിയിട്ട് ഇതിൽ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണമെങ്കിൽ ഇവിടെ ഒരു 0 ഇടണം, എന്നിട്ട് ഇവിടെ പോയിൻ്റ് ഇടണം. ഉത്തരം 0.01. ഒരു സംഖ്യയുടെ 10% 10 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ 16.2/3% കിട്ടി. സംഖ്യ ഏത്? ഒരു സംഖ്യ അറിയില്ല, സംഖ്യ എക്സ് എന്ന് എടുക്കുക. സംഖ്യയുടെ 10%, അപ്പോൾ എക്സ് ഇൻറ്റു 10/100. സംഖ്യയുടെ 10%, സംഖ്യ ഇൻറ്റു 10/100, എക്സ് ഇൻറ്റു 10/100. ഈ സംഖ്യയുടെ 10% 10 കൂട്ടുക. ഇതിനോട് നമ്മൾ 10 കൂട്ടുന്നു. 10 കൂട്ടിയപ്പോൾ എന്താ കിട്ടുന്നത്? ആ സംഖ്യയുടെ 16.2/3% കിട്ടി. ഇത് ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്. നമുക്കിതിനെ മാറ്റി എഴുതാം. ഇത് മിശ്ര ഭിന്നാണ്. മാറ്റുക. 16.2/3% എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 3 48, 2 കൂട്ടിയ 50/3%. 16 3 48, 2 കൂട്ടി 50/3%. ഇതിനെ നമുക്ക് 50/3 ഇൻറ്റു ശതമാനം ആകുമ്പോൾ 1/100 എന്ന് എഴുതാം. ഇവിടെ വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ 2 എന്ന് വരും. അപ്പോൾ ഇവിടെ അംശം 1/6. അപ്പോൾ ഈ 16.2/3% എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? 1/6. 16.2/3% പകരം 1/6 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ സംഖ്യയുടെ 10% 10 കൂട്ടിയപ്പോൾ എന്താ കിട്ടുന്നത്? ആ സംഖ്യ എന്താ? എക്സ് തന്നെയാണ്. ആ സംഖ്യയുടെ എന്ത് കിട്ടി? 16.2/3% കിട്ടി എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ എന്ത് കിട്ടി? 1/6 കിട്ടി. അപ്പോൾ എക്സ് ഇൻറ്റു 1/6. ഇതൊരു സമവാക്യമാണ്. നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുക, ഇത് ലഘൂകരിക്കുക. നമുക്ക് ഇത് വെട്ടി ചുരുക്കുമ്പോൾ ഇവിടെ ഒരു 10 എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ x/10 എന്ന് എഴുതാം. x/10 പ്ലസ് 10 സമം ഇവിടെ ഗുണിക്കുമ്പോൾ x/6 എന്ന് എഴുതാം.
ഇനി x/10 നമ്മൾ വലത്തോട്ട് എടുക്കുക, x/10. അപ്പോൾ ഇവിടെ 10 ഉള്ളത്. 10 സമം ഇവിടെ എന്തുണ്ട്, x/6. ഈ x/10 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് പോസിറ്റീവാണ്, അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ആയി, -x/10. 10 സമം ഇത് കുറയ്ക്കണം. ഇതെങ്ങനെ കുറയ്ക്കാം, ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. 10 × x 10x, ഇടൽച്ചിഹ്നം കുറയ്ക്കണം. 6 × x 6x, ബൈ ഛേദങ്ങൾ ഗുണിക്കുക. 6 × 10 60, ബൈ 60 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 10 × 60 ആവും. 10 × 60 സമം 10x 4x കുറച്ച് 4x. അപ്പോൾ ഇതെന്ത് വരും, 600 സമം 4x. എക്സ് എങ്ങനെ കാണുക, 600/4, 600/4. 15 4 60, 15 4 60, പിന്നെ ഒരു പൂജ്യവും. എക്സിൻ്റെ വില 150, അതായത് സംഖ്യ 150.